നമുക്ക് അത്രയും സുപരിചിതമാണ്. സാഹിത്യത്തിൽ മാത്രമല്ല, സാഹിത്യേതരമായ പ്രവൃത്തികളിലും എഴുത്തും മറ്റുമൊക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്. ഞാൻ ആദ്യം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു ട്വീറ്റ് അതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിൽ സാറ് എഴുതിയുള്ള ഒറ്റൊരു വരിയേ ഉള്ളൂ. സുദീപ്തോ സെൻ, the director of Kerala Story, is not as good as Leni Riefenstahl, the Hitler's filmmaker. ഒരൊറ്റ വാചകമാണ് അത്. അതായത് അത്രയും ഷാർപ്പായിട്ട് കേരള സ്റ്റോറി നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നമ്മളൊക്കെ അതിനെക്കുറിച്ച് അത്ഭുതപ്പെടാനില്ല സത്യത്തിൽ ഈ കാലത്ത്. പക്ഷെ അത് ഒരൊറ്റ വാചകത്തിൽ, കാരണം ലീനി റിഫൻസ്താലിനെ അറിയാത്തവർക്ക് അതിൻ്റെ ഒരു വാല് പോലെയുണ്ട്. ഹിറ്റ്ലറുടെ ഫിൽം മേക്കറാണ്. ഹിറ്റ്ലറുടെ ഫിൽം മേക്കറാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പ്രൊപ്പഗാൻഡ ഫിൽം മേക്കറാണ്. പക്ഷെ അതിൽ കൂടുതൽ പറഞ്ഞത് നോട്ട് ആസ് ഗുഡ് ആസ്, അത് സത്യവുമാണ്. കാരണം ലീനി വളരെ നല്ലൊരു ഫിൽം മേക്കറും സിനിമാറ്റോഗ്രാഫറുമായിരുന്നു, പ്രഗത്ഭയായ, അവരുടെ തൊഴിൽ നന്നായി അറിയുന്ന ഒരാളാണ്. സുദീപ്തോ സെന്നിൻ്റെ സിനിമ മുഴുവൻ കണ്ടില്ലെങ്കിലും അതിൽ 1-2 സീൻ കണ്ടാൽ നമുക്കറിയാം. കാരണം ആ സിനിമയ്ക്ക് ബെസ്റ്റ് പിക്ചറിനും സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സെൻറ്റൻസിലാണ് ഈ മുഴുവൻ കാര്യത്തെയും സാറ് അങ്ങ് പൊളിച്ച് കളയുന്നത്. അപ്പം ആ തരത്തിലുള്ള ഒരു ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയും. അതായത് 1995 പാരീസിൽ വെച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷം ലെനിൻ റഫ്സൻദാളിൻ്റെ ഒരു എക്സിബിഷൻ വന്നു. ലെനിൻ റഫ്സൻദാൾ എന്ന് പറഞ്ഞാൽ അവർ ഫാസിസ്റ്റ് അല്ല, അവർ സിനിമയോട് ടോട്ടൽ കമ്മിറ്റ്മെൻ്റുള്ള ഒരു സിനിമാ പ്രവർത്തകയാണ്. വളരെ പ്രഗത്ഭയായ സിനിമാ പ്രവർത്തകയാണ്. അത് കണ്ടെത്തി ഭരണകൂടത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടും. ഇപ്പോൾ ഇത് ബെർലിൻ ഒളിമ്പിക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ബെർലിൻ നഗരത്തെ സെറ്റ് ഇടാൻ ഹിറ്റ്ലർ സമ്മതിച്ചു. അതിന് ശേഷമാണ് അവർക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു ബോധമുണ്ടായത്, അതായത് താൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന്. ഇതിന് പ്രായശ്ചിത്തമായിട്ട് അവർ പിന്നെയുള്ള 30-35 വർഷം ആഫ്രിക്കയിൽ ഫോട്ടോഗ്രാഫറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു മനസ്സുമാറ്റം ഉണ്ടായി എന്നെല്ലാം ഉള്ളൊരു വിചാരത്തിലാണ് ഈ പാരീസിൽ ഫോട്ടോ എക്സിബിഷൻ നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് തുറക്കാൻ അനുവദിച്ചില്ല പാരീസിൽ ജനങ്ങൾ. അതിൻ്റെ ഇനോഗ്രേഷൻ പോലും നടത്താൻ അനുഭവിക്കില്ല. അത്ര ഭീകരമായിട്ടുള്ള യുദ്ധകാല ഓർമ്മകൾ പാരീസിലെ ജനങ്ങൾക്കുണ്ട്, ജൂതന്മാർക്കുണ്ട്, അവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. ഇതൊരു കലയുടെ അടിസ്ഥാന പ്രശ്നമാണ്. ഈ കലയിൽ ഒരു നിഷ്പക്ഷമെന്നുള്ള ഒരു കാര്യമില്ല എന്ന് ആദ്യമായിട്ടല്ല പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്ര പ്രകടമായിട്ട് എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിലായിരുന്നു ഈ ഗാലറി. അപ്പം എനിക്കെല്ലാം ശരിക്കും കാണാമായിരുന്നു. ഇനി നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റി. ഇത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടോ സാധൂകരിച്ചു കൊണ്ടുള്ളൊരു നിലപാടോ അല്ലെങ്കിൽ ഈവൻ പല അവസരത്തിൽ മൗനം അവലംബിക്കുന്നത് വരെ ഭാവിയിൽ അപകടകരമായിരിക്കും. കാരണം നിങ്ങൾ ഇടപെടുന്നത് ചരിത്രത്തിലോടാണ്. ചരിത്രത്തിൽ എപ്പോഴും വിജയിക്കുക. പല കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോയാലും ഇപ്പോൾ നീണ്ട 10-75 വർഷത്തെ ഫാസിസ്റ്റ് ഭരണമായിരുന്നു സ്പെയിനിൽ, പോർച്ചുഗലിൽ അതുപോലെയായിരുന്നു, ഇറ്റലിയിലെ കഥ നമുക്കറിയാം.
ഇതെല്ലാം കഴിഞ്ഞാൽ അവസാനമായിട്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥ വിജയിക്കും. ആ സമയത്ത് ചരിത്രം എഴുതുമ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു എന്നൊരു അന്വേഷണം നടക്കും. ഇപ്പം ലെനിയുടെ കാര്യത്തിൽ പാരീസിൽ സംഭവിച്ചതാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഉച്ചാവസ്ഥയിലാണ് ഈ മറ്റേ മോഡി ഭരണകൂടം. അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക, അതിനോട് നിശബ്ദമായിട്ട് സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ കാണാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഭാവിയിൽ അപകടം വിളിച്ചു വരുത്തും. പക്ഷേ ഈ കേരള സ്റ്റോറിയുടെ സംഭവം അതല്ല സംഭവിച്ചത്. അത് തനി പ്രൊപ്പഗാൻഡ പടമായിരുന്നു. അപ്പം അതാണ് ഞാൻ ലെനിയെ ഓർക്കുകയും ഈ ഒരു വിശാലമായിട്ട് പിന്നെ ഈ പേഴ്സണൽ അനുഭവം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു മലയാളികളല്ലാതെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ ട്വീറ്റുകളൊക്കെ. ഇപ്പം അതായത് എസ് മാധവൻ എന്ന കഥാകൃത്തിൻ്റെയോ നോവലിസ്റ്റിൻ്റെയോ ആ എഴുത്തല്ലാതെ നോൺ ഫിക്ഷനായിട്ടുള്ള, കാരണം നിരന്തരമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന സമകാലീന സംഭവങ്ങളിൽ ഇടപെടുന്ന ആളാണ്. നോൺ ഫിക്ഷൻ റൈറ്റിംഗ് ഒരുപാടുണ്ട്. കോളം മനോരമയിൽ നിരന്തരമായിട്ട് കോളം എഴുതുന്നു, പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്, പുറമറുവറോ ഒക്കെ. അതുപോലെയാണ് ഈ ട്വീറ്റും അല്ലാതെ കോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വന്നപ്പം അത് വളരെ മനോഹരമായിട്ട് അതൊരു ബ്ലെൻഡിങ് ഉണ്ട്. കാരണം അത് സലീം സിനായി എന്നൊരു ഫിക്ഷണൽ ക്യാരക്ടറിനെ എടുത്തിട്ടാണ് ആ ഒരു കോളം എഴുതിയിട്ടുള്ള മനോരമയിൽ. സലീം സിനായി മിഡ് നൈറ്റ് ചിൽഡ്രനിലെ കഥാപാത്രമാണ്, സൽമാൻ റുഷ്ദിയുടെ. ഈ കഥാപാത്രം ജനിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയ ആ രാത്രിയിലാണ്. അപ്പം സലീം സിനായി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് ഇത്ര വയസ്സാവും. അയാൾ കടന്നു പോകുന്ന ഓരോ ചരിത്രത്തിൻ്റെ സന്ധികളുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് ഡയറക്റ്റായിട്ട് ആ പൊളിറ്റിക്സ് പറയുകയല്ല, ഈ കഥാപാത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട്, കാരണം ഇത് വായിക്കാൻ നമുക്കൊരു കഥ പോലെയും വായിക്കാം, പക്ഷേ ഇത് നമ്മുടെ വളരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പം ഈ തരത്തിലുള്ളൊരു എഴുത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതൊരു കോളമായിരുന്നു. കാരണം ഒരു 5 മണിക്കൂർ 6 മണിക്കൂറോ ഡെഡ് ലൈനിൽ ഒരെണ്ണം എഴുതി തരണം എന്നുള്ളത് ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു കഥാപാത്രമാണ് സലീം സിനായി. പലപ്പോഴും സലീം സിനായിയും ഇന്ത്യയുമായിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. കാരണം സലീം സിനായി ജനിച്ച സൽമാൻ റുഷ്ദിയുടെ പ്രശസ്തമായ നോവലായ മിഡ് നൈറ്റ് ചിൽഡ്രൻ, അർദ്ധരാത്രിയിലെ പൈതങ്ങളിലെ നായകനായ സലീം സിനായി ജനിക്കുന്നത് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിക്കാണ്. അതായത് ഇന്ത്യ ജനിച്ച സമയം. പിന്നെ ഒരു 200-300 വാക്കിൻ്റെ ഒരു കോളത്തിൻ്റെ അകത്ത് ഇത് മുഴുവൻ സമ്മറൈസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ലിറ്റററി ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉള്ളിക്കൊണ്ട് കിടക്കുന്ന സലീം സിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സലീം സിനായിയുടെ ജീവിതം 31-ാമത്തെ വയസ്സിലാണ് 1978 നോവലിൽ അവസാനിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇന്ത്യയുടെ അതേ പ്രായം 79 വയസ്സുണ്ടാവും. അപ്പോൾ ഈ എന്തായിരിക്കും എന്നുള്ള ഒരു 2-3 ഏരിയകളിൽ. അപ്പോൾ സലീം സിനായി ഇന്ന് നിരാശനായിരിക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും നിരാശനായിട്ടാണ് സൽമാൻ റുഷ്ദിയുടെ നോവൽ അവസാനിക്കുന്നത്. കാരണം 1978 ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്ന് പുറത്തു വന്ന അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സലീം സിനായി ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ കാണുന്നത്, ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടും ഇന്ത്യയുടെ ജനാധിപത്യം അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ അതിൻ്റെ ശക്തി തെളിയിച്ചു എന്നുകൂടി സലീം സിനായി അറിയുന്നുണ്ട്. പക്ഷെ ഇന്ന് കാണുന്നത് ജനാധിപത്യത്തിൻ്റെ
അതുകൊണ്ട് അടിത്തറ, ഏറ്റവും ശക്തമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയാണ്. അപ്പോൾ ഈ വോട്ടർ പട്ടികയുടെ മുകളിൽ തിരിമറി നടന്നു എന്നറിയില്ല, നടന്നു എന്നുള്ള ആരോപണം ശക്തമായിട്ട് ഇന്ത്യ മുഴുവൻ നിലനിൽക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ഭാവി ഇന്ത്യയെക്കുറിച്ച് ഈ മനുഷ്യൻ, അതായത് രാജ്യം, സലീം സിനായി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പര്യായമായിട്ട് കാണാം, തികച്ചും ആശങ്കാകുലനാകേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. അത് സംക്ഷിപ്തമായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ചരിത്രസന്ധികളിൽ പനി വരുന്ന ചൊല്ലിയാട്ടിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മുടെ കഥാലോകത്തും അല്ലാതെയും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. തിരുത്ത് എന്ന കഥ ഇപ്പോൾ എല്ലാ ഡിസംബർ 6 ആകുമ്പോഴും നമ്മൾ വീണ്ടും വായിക്കുന്നതല്ല, അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. മുംബൈ എന്ന കഥ വീണ്ടും ഒരുപാട് കാലം മുൻപ് എഴുതിയതാണ്. അന്ന് നമ്മുടെ അവസ്ഥ ഇത്ര തന്നെ ആയിട്ടുണ്ടാവില്ല. കാരണം അസീസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ജീവിച്ചത്, മലപ്പുറം ജില്ല പാങ് എന്നൊരു സ്ഥലമേ ഇല്ല എന്ന് പറയുന്നു. പ്രമീളയ്ക്ക് ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യവുമില്ല. അവരുടെ പേര്, ഞാൻ ചിത്പവൻ ബ്രാഹ്മിൻ എന്ന് പറയുന്ന ഒരു കഥയൊക്കെ നമ്മളിപ്പോൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാവുന്ന ഒരു അർത്ഥമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പം ചുള്ളിയാട്ടിൻ്റെ ഇത് പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ നമ്മൾ ചരിത്രത്തിൽ നടന്ന, ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്ന അല്ലെങ്കിൽ ലോകത്ത് നടന്ന സംഭവങ്ങൾ കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ വരുന്നതാണ് തിരുത്ത്, വൻമരങ്ങൾ വീഴുമ്പോൾ, പാല് പിരിയുന്നേരം. ഇപ്പോൾ പാല് പിരിയും കാലമായാലും വൻമരങ്ങളാണെങ്കിലും ഇത് രാജീവ് ഗാന്ധിയും ലാലു പ്രസാദ് യാദവും പറഞ്ഞ വാചകങ്ങളിൽ നിന്നാണ് തലക്കെട്ട് പോലും വരുന്നത്. നാലാം ലോകം എന്ന് പറയുമ്പം സോവിയറ്റ് യൂണിയൻ്റെ ഒരു പതനം എന്നുള്ള കാര്യം വരുന്നുണ്ട്. നിലവിളി എന്ന കഥയുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകളിലൂടെ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ചരിത്രവും NS മാധവനും തമ്മിൽ എന്താണ് എന്നുള്ളൊരു കാര്യം. പിന്നെ ഇപ്പം നമ്മൾ ചുള്ളിയാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അവസാനത്തെ ഒരു വരി ശരിക്കും നമുക്കൊരു രോമാഞ്ചം തരുന്നതാണെന്ന് പറയാം. പേന ഉളി പോലെ പിടിച്ചിട്ട് അയാൾ തർക്കമന്ദിരം എന്നുള്ളത് വെട്ടുന്നു. പക്ഷേ ഈ ഒരു കാലത്ത് ഇന്ന് ജീവിക്കുമ്പോൾ ഉളി പോലെ പേന പിടിക്കാൻ പറ്റുന്ന എത്ര എഡിറ്റർമാരുണ്ടാവും? കാരണം ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയിലാണ് കരൺ ഥാപ്പറിനും സിദ്ധാർത്ഥ് വരരാജനുമൊക്കെ വയറിൻ്റെ ദേശദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനി ഇങ്ങനെ ഇത്ര ശക്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന, വിറയ്ക്കുന്ന കൈകൾ കൊണ്ടാണെങ്കിലും ചുള്ളിയാട്ട് അത് വെട്ടുന്നുണ്ട്. എത്ര എഡിറ്റേഴ്സ് ഉണ്ടാവും? ഇനി എഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇതുപോലെ ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ഒരു സമയത്ത്, കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങാനുണ്ട്. ഇപ്പം പഞ്ചാബിനെ കുറിച്ചുള്ള ഒരു സിനിമ, ദിൽജീത് ദസാങ്ങിൻ്റെ സിനിമ ഇപ്പോഴും സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടില്ല. സന്തോഷ് എന്ന് പറഞ്ഞൊരു പടം അപ്രൂവലില്ല, പുറത്തെ ഫെസ്റ്റിവലിലൊക്കെ പോയതാണ്. അങ്ങനെ ഇതുപോലെ ഒരു അൺഡിക്ലെയർഡ് എമർജൻസി എന്ന് തന്നെ പറയാം. ആ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്നുള്ളതൊന്നും. പിന്നെ ഈ ചരിത്രത്തെ നമ്മൾ അടയാളപ്പെടുത്തുക, അതായത് ഒരു കഥാകൃത്ത് എന്ന നിലയിൽ ചരിത്രം എപ്പോഴും ഈ പറയുന്ന ഭരിക്കുന്നവരെ, അധികാരമുള്ളവർ സൃഷ്ടിക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മൾ ഇതിനെ ഈ രീതിയിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ എനിക്കൊന്ന് ഉർവശി ഭൂട്ടാലിയൊക്കെ നമ്മൾ കൂടുതൽ വായിക്കേണ്ടതുണ്ട്. അവർ സൈലൻസ് ആ ഒരു ഇത് എഴുതുമ്പോൾ, അതർ സൈഡ് എഴുതുമ്പോൾ അവരതിൽ പറയുന്നത് ഈ കലാപങ്ങളിലൊന്നും രേഖപ്പെടുത്തപ്പെടാതെ പോകുന്ന സ്ത്രീകളും കുട്ടികളും ദളിത് ആയിട്ടുള്ള ആളുകളുടെയാണ്. അതുപോലെ ആ ചരിത്രവും എഴുത്തുകാരനുമുള്ള ഇടപെടൽ, ഈ 2 ചോദ്യങ്ങളാണ്. ഇനി വളരെ എതിർച്ച എന്ന് പറയട്ടെ, ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. നേരിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട ദിവസം ഞാൻ ദില്ലിയിൽ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാണ്. 31-ാം തീയതി ആയിരുന്നു. അപ്പം 31-ാം തീയതിയാണ് ശമ്പളം കിട്ടുന്നത്. ഒരു കാറുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു കാറ്. ഈ കാറിന് പെട്രോൾ അടിക്കുന്നു 31-ാം തീയതി. അപ്പോൾ കാറ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വീട്ടിലെത്തുമ്പോഴാണ് പെട്രോൾ പമ്പുകളെല്ലാം പൂട്ടിയിടുന്നത്. ഞാൻ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കൊണാട്ട് പ്ലേസിൻ്റെ അടുത്തായിരുന്നു എൻ്റെ
ക്വാർട്ടേഴ്സ്. അവിടെ അഴിഞ്ഞാടിയ പല കാര്യങ്ങളും നേരിട്ട് കാണേണ്ടി വരും. സിഖുകളുടെ ടാക്സി സ്റ്റാൻഡുകൾ കത്തിക്കുക, ആയിരക്കണക്കിന് ആൾക്കാർ. ഞാൻ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം, ഈ കലാപകാരികളുടെ ഒരു വലിയ സംഘം, ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. സംഘം അവിടുത്തെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ആ റോട്ടിൽ തന്നെയായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ വീട്. വാജ്പേയി എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ വാജ്പേയിയുടെ വീടിന് മുമ്പിൽ ചെന്ന് വാളും കല്ലും ഒക്കെ എടുത്ത് വാജ്പേയിയോട് ചോദിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ആളായ വാജ്പേയിയോട് ആക്രോശിച്ചുകൊണ്ട് ഈ ക്രൗഡ് ചോദിക്കുകയാണ്, തും ഹിന്ദു ഹോ, താൻ ഹിന്ദു ആണോ എന്ന്. അത്തരത്തിലുള്ള ഒരു ഫ്രൻസി കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് വലിയ നാശം. 14,000 പേരായി മരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിൽ ഞാൻ ആ കാറിൻ്റെ കഥ പറയാനുള്ള കാരണം, അവിടുത്തെ ഭരണം ഏതാണ്ട് ഇല്ലാതെയായി. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം പലയിടത്തും ഇല്ലാതായി. ഈ സിഖ് കുടുംബങ്ങളെ മുഴുവൻ ഗുരുദ്വാരകളിലേക്ക് മാറ്റി. അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇതിനു വേണ്ടി, ഞങ്ങളെല്ലാ IAS ഉദ്യോഗസ്ഥന്മാരായിരുന്നു, നിശബ്ദമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഈ അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാം ഭക്ഷണം എത്തിക്കുക. അപ്പം അന്ന് ഓടാൻ പെട്രോളുള്ള ഒരേ ഒരു വണ്ടി എൻ്റെ ആയിരുന്നു. കാരണം ഈ 31-ാം തീയതി ഫുൾ ടൈം കഴിക്കുമായിരുന്നു. ഇപ്പം ഇവിടെ ഈ ഏറ്റവും അഭിമാനമുള്ള ഒരു വർഗമാണ് സിഖ്. നിങ്ങൾ ഇതുവരെ ഒരു സിഖ് പിച്ചക്കാരനെ കാണില്ല. ഇവർ ഒരു പഴത്തിന് വേണ്ടിയൊക്കെ യാചിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പം ഇത് ഈ ചരിത്രമായിട്ട് നമ്മൾ നേരിട്ട് ഇടപെട്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ തീവ്രമായ ആഘാതം എൻ്റെ മനസ്സിലുണ്ടായി. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഡിവിഷനില്ല, അതിൻ്റെ തൊട്ടടുത്ത ബീഹാറിൽ ഡിവിഷൻ എന്നൊരു കാര്യമുണ്ട്. ഒരു 4-5 ഡിസ്ട്രിക്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് അതിനൊരു ഹെഡ് കമ്മീഷണർ എന്ന് പറയും. ഞാനിങ്ങനെ ഒരു 4-5 ഡിസ്ട്രിക്റ്റുകളുടെ കമ്മീഷനായിരുന്നു. ഏറ്റവും കൂടുതൽ ഹിന്ദു മുസ്ലിം ജനസംഖ്യ അനുപാതം കലാപം ക്ഷണിച്ചു വരുത്താവുന്നൊരു സ്ഥലമാണ്. അയോധ്യയിൽ നിന്ന് കരസേവകർ നേരിട്ടെത്തുന്ന തീവണ്ടി വഴി ബീഹാറിൽ പ്രവേശിക്കുന്ന ഈ സ്ഥലത്ത് വച്ചാണ്. പക്ഷേ ഇതിനെതിരായിട്ട് പൊതുസമൂഹം, ഇപ്പോൾ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ വലിയൊരു പൊതുസമൂഹമുണ്ട്. കാരണം JP അജിറ്റേഷൻ ആദർശവാന്മാരാക്കിയ കുറേ ചെറുപ്പക്കാർ അന്ന് മധ്യവയസ്കരായിരുന്നു. അവരെ ചെറുപ്പക്കാരെ, പിന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഉദ്യോഗസ്ഥർ, പോലീസുകാർ, ഇതെല്ലാം കൂടി സെൻട്രൽ ബീഹാറിൽ, അതായത് ബീഹാറിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു കലാപവും ഉണ്ടായില്ല. അത് വലിയ വാർത്തയായിരുന്നു. BBC വരെ റിപ്പോർട്ട് ചെയ്തു, സെൻട്രൽ ബീഹാർ ഇസ് കാം. സാധാരണ അവിടെ കർഫ്യൂ ആണ് നമ്മൾ ഉടനെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ കർഫ്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പരാജയ സമ്മതമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് കർഫ്യൂ ഡിക്ലെയർ ചെയ്യാതെയാണ് ഈ സമാധാനം കൊണ്ടുവരാൻ നിർദ്ദയം കലാപകാരികളെ മർദ്ദിച്ചുകൊണ്ട് തന്നെ യാതൊരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. ഇത് പക്ഷേ ഇത് നമുക്ക് വളരെ അടുത്ത് നിന്ന് ജനങ്ങളെ കാണാൻ പറ്റും. ഇതുപോലെ ഓരോ കാര്യത്തിനോടും ഇത് മുംബൈയുടെ കഥ വ്യത്യസ്തമാണ്. മുംബൈയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാസിസം വരുന്നു എന്ന അറിവ് 1992-ലോ 93-ലോ മുംബൈയാണ് കൊണ്ടുവരുന്നത്. കാരണം അന്ന് വരെ ബോംബെ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് ശിവസേന ഭരണത്തിൽ വരികയും വളരെ ലോകപ്രശസ്തമായ സ്ഥലം ആണ് ഈ ബോംബെ. അതിൻ്റെ പേര് ഹൈന്ദവവൽക്കരിച്ചുകൊണ്ട് മുംബൈ എന്നാക്കിയപ്പോൾ അത് തികച്ചൊരു സിഗ്നലായിരുന്നു. ഇത് നടക്കുന്ന 94-ലാണ് BJPക്ക് 2 സീറ്റേ ഉള്ളൂ പാർലമെൻറ്റിൽ.
അപ്പോൾ അത് നമ്മൾ വളരെയധികം ആഘാതമായിട്ട് പിന്നെ ഇത് ഈ ഫാസിസം എങ്ങനെയാണ് വരിക എന്നുള്ളത് ആലോചിക്കുക. ഇത് അതിൻ്റെ ആദ്യത്തെ, അതിൽ ഏറ്റവും ആദ്യം കയറി കളിക്കാൻ പോകുന്നത് നിങ്ങളുടെ പൗരത്വത്തിൻ്റെ പേരിലാണ്. ഒരു പ്രത്യേക സമുദായത്തെ ഡിസെൻഫ്രഞ്ചൈസ് ചെയ്തുകൊണ്ട് അവരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള, വോട്ടവകാശത്തിന് വേണ്ടി ഇന്ന് 11 ഡോക്യുമെൻ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് ഇന്ത്യയിൽ ഒരേ ഒരു ഡോക്യുമെൻ്റ്, പാസ്പോർട്ടിനും വോട്ട് ചെയ്യാനും ഒരേ ഒരു ഡോക്യുമെൻ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് റേഷൻ കാർഡായിരുന്നു. ഇന്ത്യയിലെ ഏക ഐഡൻറ്റിറ്റി കാർഡ് റേഷൻ കാർഡായിരുന്നു. റേഷൻ കാർഡ് നിഷേധിക്കപ്പെടുക എന്നുള്ള കാര്യത്തിലെത്തി. അപ്പോൾ ഈ ജീവിച്ചു പോയ കാലമാണ്. ഈ കാലത്തിൽ ഈ വക സംഭവങ്ങളുമായിട്ട് നേരിട്ടല്ലെങ്കിലും വളരെ അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടി. അതൊരു പക്ഷേ ക്രിയാത്മകമായിട്ട് മനസ്സിൽ പ്രവർത്തിച്ച് ഇങ്ങനെയായിട്ട് വരും. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്ന സമരങ്ങളെല്ലാം, കലാപങ്ങളെല്ലാം പെരുവഴികളിൽ തീവണ്ടികൾക്കകത്ത്, ഡൽഹിയിൽ ഒരു ദിവസം ഒരു തീവണ്ടി ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വന്ന് 300 ഡെഡ് ബോഡീസുമായിട്ടാണ് സിഖുകളുടെ. ഇവിടേക്കായിരുന്നെങ്കിലും ഇതിൻ്റെ ഒരു കഥ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇമ്പാക്റ്റ് തെരുവുകളിൽ പോയാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് അതിനുള്ള അനുഭവമില്ല, തെരുവുകളിൽ പോയിട്ടില്ല, ആകെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് ചരിത്രം സാധാരണക്കാരനെ ബാധിക്കുക എന്നുള്ളത്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ടാണ് ഒരു ദിവസം ഡീമോണിറ്റൈസേഷൻ. പിറ്റേ ദിവസം നമുക്ക് ക്യൂ നിൽക്കാൻ നിർബന്ധിതരാകുന്നു. വെറും വീട്ടിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് ചരിത്രം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയവ്യതിയാനങ്ങൾ ഭീകരമായിട്ട് ബാധിക്കുന്നു എന്നത് ആയിരുന്നു എൻ്റെ ഒരു അന്വേഷണം. ഇതുകൊണ്ടാണ് ഈ 2 കഥകളും, വൻമരങ്ങൾ വീഴുമ്പോഴും തിരുത്തും, 2ഉം ഇൻഡോർ സ്റ്റോറികളാണ്. ഒന്നൊരു പത്ര ഓഫീസ്, പിന്നൊന്നൊരു കന്യാസ്ത്രീ മഠം. ഇപ്പം ഇൻഡോറിലേക്ക്, ഈ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പഴുതുകളിൽ കൂടി ചരിത്രം എത്തുന്നു എന്നുള്ളതാണ്. 4-ാം ലോകം, അത് സത്യം പറഞ്ഞാൽ 4-ാം ലോകം സംഭവിക്കുമ്പോൾ ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. 4-ാം ലോകത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നുള്ളത് മലയാളിയായ കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വസിക്കാനുള്ള ഏക കാരണം ടെലിവിഷനാണ്. ടെലിവിഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ അമേരിക്കൻ CIA പടച്ചുവിട്ട നുണയാണെന്ന് വിചാരിച്ചു. ഇതിന് ശേഷം എനിക്കറിയാവുന്നൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ കംപ്ലീറ്റ് ജീവിതവും വിശ്വാസമൊക്കെ തകരുകയാണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആശുപത്രി പ്രവേശിപ്പിക്കേണ്ടി വന്നു. ഒരു വലിയ തലമുറ ഈ ആദർശത്തിൽ, ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇതിൽ അടിയുറച്ച് കുട്ടിക്കാലം മുതൽക്ക് വളർന്നൊരു തലമുറ കോൾഡ് വാറിൽ തുടർച്ചയായിട്ട് അമേരിക്കയെ എതിർത്തിരുന്ന തലമുറ കോൾഡ് വാർ ഈസി ആയിട്ട്, ശീതയുദ്ധം അമേരിക്ക വിജയിക്കുന്നു, സോവിയറ്റ് യൂണിയൻ തകരുന്നു, ഇത് ഉൾക്കൊള്ളാനുള്ള കെൽപ്പ് ആ തലമുറയിലെ പല കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടായിരുന്നില്ല. അവരിത് വളരെ വ്യക്തിപരമായിട്ടെടുക്കുന്നത് എനിക്ക് അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാഴ്ചയും കേരളത്തിൽ നിന്ന് ഒരു അടുത്ത കാഴ്ചയായിട്ട് കാണുന്നതിനേക്കാൾ നല്ലത്, ഒ.വി. വിജയൻ്റെ ഒരു കാർട്ടൂണിനെ പറ്റി ഞാൻ ഇന്നലെ അജയൻ സാറിനോട് പറയണ്ടേ. ഒ.വി. വിജയൻ്റെ ഒരു കാർട്ടൂൺ, സ്പുട്നിക്കിൽ നിന്ന് കേരളത്തിൽ ചൂണ്ടിക്കാണിച്ച എന്തോ കമൻ്റാണ്, ഒരു പക്ഷെ അതായിരിക്കും. ഈ സംഭവങ്ങളൊരു വളരെ വിദൂരമായിട്ടുള്ള ഒരു കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ അകത്ത് നിന്ന് നോക്കിക്കാണുന്നതായിരിക്കും ഒരു പക്ഷേ ഇതിനെ സമ്പൂർണ്ണമായിട്ടൊരു ഡ്രോൺ വിഷൻ,
സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാൻ സാധിക്കുക എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ആ കഥ വരുന്നത്. എല്ലാത്തിലും ഒരു കോമൺ തീം എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രമായിട്ടല്ല വരുന്നത്, എന്തെങ്കിലും ഒരു 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 വ്യക്തിപരമായിട്ടുള്ള ഒരു കടന്നു പോക്ക് കൂടി ഇതിലുണ്ട്. അത് പിന്നീട് ചെറുകഥയായിട്ട് മാറുന്നു. അത് പലരിലും റെസണേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നാലാം ലോകത്തിന് കേരളത്തിലെ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഉണ്ടായ വായന വലുതായിരുന്നു. അപ്പോൾ അവസാനം നാലാം ലോകം എന്ന് കൊണ്ടൊരു ഫാക്ഷൻ തന്നെ കേരളത്തിലുണ്ടായി ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രമായിട്ട് നമ്മളെ വളരെ വിദൂരമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ, അതാണ് സാഹചര്യം. പക്ഷെ അതിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ വേറെ രീതിയിൽ കഥയായി മാറുന്നു എന്നുള്ളതാണ്. NS മാധവൻ്റെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് ഈ കഥകൾ വായിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഹൃദയം കൊണ്ട് വായിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സേതുവിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ചുംബിച്ച ചുണ്ടുകൾക്ക് വിടാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ സാറിൻ്റെ കഥകളിലേക്ക് വരുമ്പോൾ ഇതിന് പല അടരുകളുണ്ട്. നമുക്കിങ്ങനെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ പറയാൻ അങ്ങനെയല്ല, അതിന് പല തലത്തിൽ തന്നെ ചിന്തിക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. 22ാമത്തെ വയസ്സിലാണ് ശിശു വരുന്നത്, മാതൃഭൂമിയിലെ മത്സരത്തിൽ കിട്ടി. എനിക്ക് തോന്നുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ വന്നിട്ടുണ്ട്. സാറും അനിയനും കൂടിയാണ് ട്രാൻസ്ലേഷൻ ചെയ്തതെന്ന് പറഞ്ഞു, ഖുഷ്വന്ത് സിംഗ് എഡിറ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത്. അത്രയും ചെറിയ പ്രായത്തിൽ, ഇപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ഒരു കാലമാണ് ശരിക്കും. നമ്മൾ ബുക്കറിലും JCB എല്ലാം ട്രാൻസ്ലേഷൻ വന്നു. പക്ഷെ അത്രയും നേരത്തെ ഈ പറയുന്ന കഥയുടെ ഒരു ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ഖുഷ്വന്ത് സിംഗുമായിട്ട് പിന്നെ നല്ല സൗഹൃദം, അയൽവാസികളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ IAS സർവീസിൽ കയറിയതാണ്. ഒരുപാട് കാലം ബീഹാറിലും ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ശരിക്കും നമ്മുടെ തലച്ചോറ് ഇൻവെസ്റ്റ് ചെയ്യണം. അത്ര എളുപ്പത്തിൽ വായിച്ചു പോകേണ്ടതല്ല. നിങ്ങളിത് ശരിക്കും ഇരുന്ന് വായിക്കൂ എന്ന് പറയുന്നൊരു എഴുത്താണ്. നിങ്ങൾ ചിന്തിക്കണം, ഈ കഥകൾ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തേണ്ട കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്ന ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള വായനയാണ്. അപ്പോൾ ഇത് ബോധപൂർവം വരുന്നതാണ്. കാരണം ഒരു സമയത്ത് അത്രയും ഉത്തരവാദിത്വമുള്ള ഒരു സർവീസിലിരിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ. അതിൻ്റെ അപ്പുറത്താണ് ഒരു ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സ്. ഇതിൻ്റെ ഒരു മിക്സിങ് വരുന്നതാണോ, അതല്ല അതങ്ങനെ ബോധപൂർവം ഈ ഒരു എഴുത്തിലേക്ക് വന്നതാണോ? ഞാൻ സർവീസിലിരുന്നു കൊണ്ട് കഥ എഴുതാനുള്ള, കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതും കൂടി ഓർക്കണം. കഥ എഴുതാനുള്ള ഒരു കാരണം, ഒരു നിയമമുണ്ട്. ഈ IAS ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒന്നും പ്രസിദ്ധീകരിച്ചുകൂടാ. കഥയോ സാഹിത്യമോ സയൻറ്റിഫിക് പേപ്പേഴ്സോ. ഈ ഒരു പഴുതാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഞാനൊരു ലേഖനം, സാഹിത്യേതര ലേഖനം എഴുതിയിട്ടില്ല, രാഷ്ട്രീയ ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഈ പഴുത് ഉപയോഗിച്ചുകൊണ്ട് മലയാറ്റൂരും അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സാഹിത്യം എന്ന ലേബല്, പിന്നെ ഞാൻ പ്രവർത്തിച്ചിരുന്നത് ബീഹാറിലാണ്. അവർക്ക് എന്താ മലയാളത്തിൽ നടക്കണമെന്ന് വലിയ ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരുത്ത എന്നുള്ള കഥ ഉത്തരേന്ത്യയിൽ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ഉറുദു തുടങ്ങിയ ഭാഷകളിൽ വിതരണം ചെയ്തപ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ്റിന് അറിവ് കിട്ടിയിരിക്കാം. പക്ഷേ ഉദാരമതികളായ സർക്കാരായിരുന്നു ആ കാലത്ത്. നമ്മൾ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. ഈ ശിശുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വന്നത് മലയാള സാഹിത്യത്തിലെ ഹൈ മോഡേണിസത്തിൻ്റെ സമയത്താണ്. മലയാള സാഹിത്യത്തിലെ ചെറുകഥയുടെ വസന്തകാലമായിരുന്നു 1970. വസന്തകാലം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത്, അതിന് തൊട്ടു മുമ്പുള്ള ഒരു ദശകത്തിൽ ഒരു അതിപ്രതിഭാസമ്പന്നരായ എഴുത്തുകാർ OV വിജയൻ, MB നാരായണപിള്ള, കാക്കനാടൻ, TR തുടങ്ങിയ ആഴ്ച, എനിക്ക് ഓർമ്മയുണ്ട്, ഒരാഴ്ച
2 എഴുത്തുകാർ 1950കളുടെ അവസാനത്തിലാണ് 2 എഴുത്തുകാർ മാതൃഭൂമി പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് മാധവിക്കുട്ടിയെ പറ്റി നമുക്ക് കുറച്ച് അത്ര വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം പത്രാധിപരുടെ മകൾ കൂടിയായിരുന്നു അവർ. അപ്പം ആ ഒരു ആനുകൂല്യത്തിലാണ് മാധവിക്കുട്ടി വന്നതെന്നാണ് നമ്മൾ അന്ന് വിചാരിച്ചത്. പക്ഷെ അതിനുശേഷം അവർ അത്ഭുതാവഹമായിട്ട് ഇംഗ്ലീഷിൽ കവിത എഴുതി. സമ്മർ ഇൻ കൽക്കട്ട എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ കവിത എഴുതി. പിന്നെ മലയാളത്തിൽ വന്നപ്പോൾ ഈ പത്രാധിപരുടെ മകൾ എന്നുള്ള കാര്യം എന്നെപ്പോലെ ചിലരൊഴിച്ച് വേറെ ആരും ഓർക്കുന്നു പോലുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ മാധ്യമം മീഡിയം ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന മീഡിയം ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷോർട്ട് സ്റ്റോറി എന്ന രംഗത്ത് എത്താനുള്ള കാരണം. പിന്നെ അതിനുശേഷം എനിക്ക് ദീർഘകാലം ഞാൻ എഴുതിയിട്ടില്ല. ഒരു 10-11 വർഷം എഴുതിയിട്ടില്ല. അതൊരു സ്വയം എടുത്ത തീരുമാനമൊന്നുമല്ല. എനിക്ക് മലയാളമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. അല്ല, ഞാൻ അന്ന് ഇത് 1970-കളും 80-കളുമാണ്. അന്ന് സംസാരിക്കണമെങ്കിൽ STD ബുക്ക് ചെയ്ത് ഫുൾ ഡേ കാത്തിരിക്കുകയൊക്കെ വേണം. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ മലയാളം സംസാരിക്കുവാൻ, എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷായിരുന്നു. തുടർച്ചയായിട്ട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇന്നതുപോലെ TV ഇല്ല, ഇൻ്റർനെറ്റില്ല. അപ്പോൾ പിന്നെ വേറൊരു ഭാഷയിൽ എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. ഇത് വലിയ പ്രശ്നമാണ്. നമ്മൾ വേറൊരു ഇന്ത്യൻ ഭാഷ ഹിന്ദിയിൽ, ഞാൻ പ്രവർത്തിച്ചിരുന്ന ബീഹാറാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് ഫയൽ നോട്ടിങ്ങുകളും പ്രസംഗങ്ങളും എല്ലാം ഹിന്ദിയിലായിരിക്കണമെന്നാണ്. അതിലൊരു കഥ കൂടി പറയാം. എനിക്ക് ആദ്യമായിട്ട് അവാർഡ് നൽകിയത് ബീഹാർ സർക്കാരാണ്. കേരളത്തിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടുന്നതിന് വളരെ മുമ്പ് ഒരു നോൺ ഹിന്ദി പ്രദേശത്തിലെ ആളെഴുതിയ ഏറ്റവും നല്ല നോട്ടിന് എനിക്കൊരു അവാർഡ് കിട്ടി. 5000 രൂപ 1981. അപ്പോൾ വേറൊരു ഭാഷ നമ്മുടെ തലച്ചോറ് ഏറ്റെടുത്തു. അപ്പോൾ കാലത്ത് ആദ്യം വായിക്കുന്ന പത്രങ്ങൾ ഹിന്ദിയാണ്. ഈ മനോരമയ്ക്കും മാതൃഭൂമിക്കും അവിടെ ഉള്ള ദൈനിക് ജാഗരൺ തുടങ്ങിയ പത്രങ്ങൾ വായിച്ചിട്ടാണ് വാർത്ത മനസ്സിലാക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും മലയാളത്തിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു പക്ഷേ എഴുത്ത് നിലച്ചു പോയത്. അതുകൊണ്ട് തന്നെയാണ് എഴുത്ത് നിലച്ചു പോയത് എന്ന് ഞാൻ പറയും. കാരണം അതിനുശേഷം എനിക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ കിട്ടി. കേരളത്തിൽ ജോലി ചെയ്ത് 2ാമത്തെ വർഷത്തിലാണ് വളരെ മടിച്ചുകൊണ്ട് ഈ ഹിഗ്യുറ്റ എന്ന കഥ എഴുതുന്നത്. വീണ്ടും ഭാഷ തിരിച്ചു കിട്ടിയാണ്. ഇവിടെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷനിൽ വലിയ ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷനാണ്. ഇപ്പോൾ മലയാളവും ഹിന്ദിയും തമ്മിലുള്ള ഓരോ വാക്കുകളുടെ അർത്ഥത്തിന് വലിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം നേഷൻ എന്നാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ ഹിന്ദിയിലെ അർത്ഥം സ്റ്റേറ്റ് എന്നാണ്. ഉപന്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം എസ്സേ എന്നാണ്. ഹിന്ദിയിലെ അർത്ഥം നോവൽ എന്നാണ്. ഇങ്ങനെ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലുള്ള അർത്ഥവ്യത്യാസം. അപ്പോൾ ഈ തലച്ചോറ് മുഴുവൻ ഒരു മലയാള വാക്ക് കാണുമ്പോൾ കൺഫ്യൂസ്ഡായിപ്പോൾ. അത് ശരിക്കും ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുമുണ്ട്. കാരണം ഞാനന്ന് നികുതി വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ ബജറ്റിൻ്റെ അവസാന ഭാഗം എഴുതുക ചുമതല എനിക്കായിരുന്നു. അതിൽ പലയിടത്തും ഞാൻ എഴുതി കരനീതി. എന്നോട് മന്ത്രി ചോദിച്ചു, എന്ത് ഈ കരനീതി? നീതി എന്നുള്ള വാക്കിന് ബീഹാറിലെ അർത്ഥം പോളിസി എന്നാണ്, ഇവിടെ ജസ്റ്റിസ് എന്നാണ്. അപ്പം ഇത് മുഴുവൻ നമുക്ക് വേറെ ആളെ കൊണ്ട് വായിപ്പിച്ച് തിരുത്തി എഴുതി. അത്രയ്ക്ക് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് ആ ഒരു 10 വർഷക്കാലത്ത് മലയാള സാഹിത്യത്തിൽ എന്താ നടന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ഒരു പത്രമാസികകളും കിട്ടിയിരുന്നില്ല, മാതൃഭൂമിയില്ല, മനോരമയില്ല, ഒന്നുമില്ല.
പിന്നെ തുടർച്ചയായിട്ട് പിന്നെ കേരളത്തിലെ ജീവിതത്തിൽ 1-2 വർഷമായപ്പോൾ ഇതൊക്കെ സ്വിമ്മിങ്, സൈക്ലിങ് എന്നതൊക്കെ പോലെയാണ് ഭാഷ. ഒരിക്കൽ നഷ്ടപ്പെട്ടാലും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ തിരിച്ചു പിടിക്കാൻ ഇടയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഹിഗ്ഗിറ്റ് എഴുതിയത്. അപ്പോൾ ഹിഗ്ഗിറ്റ് എഴുതിയപ്പോൾ ഒരു വലിയ പ്രശ്നം, ഞാൻ ഹൈ മോഡേണിസ്റ്റ് കാലത്ത് എഴുതിയ ചൂളമേടുള്ള കഥകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു കോൺഫിഡൻസ് ഒട്ടുമില്ല, പരിപൂർണമായിട്ട് കോൺഫിഡൻസ് തകർന്നിരിക്കുകയാണ്. അത് എഴുതി ആരെയും കാണിക്കില്ല എന്നുള്ളൊരു സ്വഭാവം എനിക്കുണ്ട്. അത് വളരെ സ്വകാര്യതയാണ്. അപ്പോൾ കാണിച്ച് അഭിപ്രായം തേടി അതിനൊരു റിയർഫർമേഷൻ നേടുക എന്നുള്ളത് ഇല്ല. രണ്ടും കൽപ്പിച്ച് ഒരു തിരിച്ചയക്കാനുള്ള കവറുമായിട്ട് മാതൃഭൂമി പത്രാധിപർക്ക് ഈ കഥ അയച്ചു കൊടുത്തു. പത്രാധിപർക്ക്, MD വാസുദേവൻ നായർക്കല്ല. MD അറിയാമായിരുന്നു. അപ്പോൾ MD ആയിരുന്നു പത്രാധിപതി. ഞാൻ ഒരു 1990 ഡിസംബർ 21-22 ഈ കഥ അയച്ചു കൊടുക്കുന്നത്. ക്രിസ്മസ് വെക്കേഷന് പോണതിന് മുമ്പ് ഏതായാലും അയച്ചു കളയാന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. ആ ലക്കത്തിൽ വരുന്ന ഒരു കഥ മാറ്റിവെച്ച് MD ഹിഗ്ഗിറ്റ് പ്രസിദ്ധീകരിച്ചു. അത് MD എന്ന പത്രാധിപരുടെ മഹത്വം. ഇങ്ങനെയാണ് ഈ ജേർണി. ഭാഷയെക്കുറിച്ച് പറഞ്ഞു. ഓരോ കഥയിലും തീർത്തും വ്യത്യസ്തമായ ഭാഷയാണ്. ഇപ്പം 4-ാം ലോകം പറയുന്ന പോലെയല്ല കാർമൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മിക്ക എഴുത്തുകാരുടെയും ഏത് കഥ എടുത്ത് വായിച്ചാൽ ഇത് ഇന്ന എഴുത്തുകാരനാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഭാഷയുണ്ടാവും. പക്ഷേ NS മാധവൻ എന്ന എഴുത്തുകാരൻ എഴുതുമ്പോൾ ഭാഷ വളരെ വ്യത്യസ്തമാണ് ഓരോ കഥയ്ക്കും. ഇപ്പം നിശബ്ദതയിൽ അവർ രതി അനുഷ്ഠിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ അവസാനിപ്പിച്ച് 1002-ാമത്തെ രാവ് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഒരു കാലം, ദേശം, പ്രവൃത്തി, ഇതിൻ്റെ ഒരു വല്ലാത്ത മിക്സിങ് കഥയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഹിഗ്ഗിറ്റ പറഞ്ഞല്ലോ, ഹിഗ്ഗിറ്റയിൽ ജബ്ബാർ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ ലൂസി 2 അടി പുറകിലേക്ക് മാറി. അതേ സമയത്ത് തലശ്ശേരിയുടെ പ്രാന്തപ്രദേശത്ത് എവിടെയോ ഒരു 7's ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഗീവറിതേ എന്നൊരു വിളി ഈ അച്ഛൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട്, ജബ്ബാറും ലൂസിയും. അതേ സമയത്ത് ഈ ഗീവറിതിൻ്റെത് പഴയൊരു കാലത്ത് നിന്നുള്ള ഒരു ഓർമ്മയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മിക്സിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 100 Years of Solitude-ലായിരിക്കും. ആസ് ഹി ഫേസ് ദ ഫയറിംഗ് സ്ക്വാഡ്, കേണൽ ഓറേലിയോ ബുവൻഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ അച്ഛൻ ആദ്യമായിട്ട് ഐസ് കാണാൻ കൊണ്ടുപോയ ഒരു ആഫ്റ്റർനൂൺ ഓർക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അപൂർവം എഴുത്തുകാരിലാണ് ഇങ്ങനെ ഈ കാലവും ദേശവും പ്രവൃത്തിയും കൂടെ ഒരു മിക്സിങ് വരുന്നത്. അതൊരു വല്ലാത്ത മാജിക്കാണ്. ആ എഴുത്തിൻ്റെ മാജിക്കിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു മറ്റു മാധ്യമങ്ങൾക്കില്ലാത്ത ഒരേ ഒരു കഴിവ്, ചിത്രം വരയ്ക്കോ പാട്ട് പാടലിനോ സിനിമയ്ക്കോ ഒന്നുമില്ലാത്ത എഴുത്തിന് മാത്രമുള്ള ഒരു സാധ്യത. അതിൽ മനസ്സിനെ കൊണ്ടുവരാം. ഇപ്പോൾ സിനിമയിൽ മനസ്സിനെ കാണിക്കാൻ പറ്റില്ല, തിങ്കിങ് കാണിക്കാൻ പറ്റില്ല സിനിമ. അതൊക്കെ വളരെ ബാലിശമാണ്, ഒരാൾ ചിന്തിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇത് എഴുത്തിൽ സാധിക്കുന്നൊരു കാര്യമാണ്. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഓർമ്മ രേഖപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ എഴുത്തിൽ മാത്രം, ഒരു പക്ഷേ സാഹിത്യത്തിൽ മാത്രം സാധിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് എഴുതാൻ വാസനയുണ്ടായിരുന്നു. ഈ മാർക്കസിൻ്റെ പ്രസിദ്ധമായ നോവല് 100 Years of Solitude, അത് തുടങ്ങുമ്പോൾ ഐസ് ഫാക്ടറി കാണാൻ വേണ്ടി അച്ഛനും മകനും, ആ നിമിഷത്തിൽ നമ്മൾ ഒരു പരിപൂർണ ചരിത്രം നമ്മുടെ മുകളിൽ വന്ന് ആഘാതപ്പെടുത്തുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് എഴുത്തിൻ്റെ ധർമ്മമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അസാധാരണത്വമായിട്ട് ഒന്നും ഇല്ല. കൂമങ്കാവിൽ
വണ്ടി വന്നിറങ്ങിയപ്പോൾ രവിക്ക് ഇത് അപരിചിതമായി തോന്നിയില്ല. ഇത് വേറെ ഒരു മാധ്യമത്തിൽ ഇത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുവെയുള്ളൊരു എഴുത്തിൻ്റെ ധർമ്മമായിട്ട് ഈ ഓർമ്മകൾ, കാലം, ദേശം ഇതെല്ലാം ഇടകാലത്തിൽ പറയാമെന്ന്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള 2-3 ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിലുണ്ട്. ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ പേര് വളരെ പ്രധാനമാണ്. ഒരു വടക്കേന്ത്യൻ കഥയിൽ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ആ പേര് അയാളുടെ ജാതിയെ സൂചിപ്പിക്കുന്നു. ആ ഒറ്റ പേര് അയാളുടെ വസ്ത്രം, ഭാഷ, സാമൂഹ്യ വിദ്യ എല്ലാം. ഇത് കേരളത്തിനും ബാധകമാണ്. ഇപ്പം എൻ്റെ പുതിയ കഥ ഭീമച്ചൻ്റെ എല്ലാ കഥാപാത്രങ്ങളുടെയും ജാതിയയിലറിയാം. ഇപ്പോൾ ഒരു മീൻപിടുത്തക്കാരനാണെങ്കിൽ അവനെ മീൻപിടുത്തക്കാരെന്ന് വിളിക്കില്ല. വാലൻ പൊന്നപ്പൻ, ചാലിയൻ, നെയ്ത്തുകാരൻ. ഒരു 70 കൊല്ലം മുമ്പ് കേരളത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏക കാര്യം ജാതിയായിരുന്നു. ഈ ജാതി വരുന്നതോടുകൂടി ഭാഷ മാറുന്നു, വേഷം മാറുന്നു, ആറ്റിറ്റ്യൂഡ് മാറും. ഇന്ന് ഞാൻ ആധുനിക യുഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു 70-80 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൽ ഒരു എഴുത്തുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പേര് സ്വീകരിക്കുമ്പോൾ വരെ നിങ്ങൾക്ക് അതിനൊരു ഐഡൻറ്റിറ്റി. വെറും പേര് ഇത് ഇംഗ്ലീഷിൽ സാധ്യമല്ല. ഇംഗ്ലീഷിൽ സാധ്യമാണ്. ഇപ്പോൾ ഒരാളുടെ പേര് സ്റ്റീൻ എന്ന വാക്കിൽ, ഐസൻസ്റ്റീൻ എന്നിട്ട് പറഞ്ഞ വാക്കിൽ അവസാനിക്കാൻ അയാൾ ജൂതനാണ്. അല്ലെങ്കിൽ അയാളുടെ നമുക്ക് കുറച്ചൊക്കെ ഊഹിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഊഹിക്കാൻ പറ്റും. ഇത് ഇനി തൊട്ട് മുമ്പ് ഈ മഞ്ഞിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം മഞ്ഞിൻ്റെ എക്സിബിഷനിൽ അതിൻ്റെ നായകൻ്റെ പേര് സുധീർ കുമാർ മിശ്ര എന്നാണ്. സുധീർ കുമാർ മിശ്ര എന്ന പേര് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഇയാൾ വടക്കേ ഇന്ത്യയിൽ ഈസ്റ്റേൺ യു-പിയിൽ നിന്നോ വെസ്റ്റേൺ ബീഹാറിൽ നിന്നോ വരുന്ന സർയൂപ്പാരിക്കാരൻ ഒരു ബ്രാഹ്മണനാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ ഘടകങ്ങൾ എം ഡിയുടെ കഥാപാത്രത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. അതൊരു ശീലമായി പോയി വടക്കേന്ത്യ വർക്ക് ചെയ്ത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഉത്തരം. സന്തോഷകരമോ അല്ലെങ്കിൽ ഇതാണ് എനിക്ക് തോന്നുന്നത്. ഭീമച്ചനെ കുറിച്ച് പറഞ്ഞല്ലോ. ശരിക്കും ഭീമച്ചൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പൊളിറ്റിക്കൽ കഥയല്ലേ? കാരണം പഴയൊരു മുതലയുടെ കഥ എന്തിന് എൻ.എസ്. മാധവൻ എഴുതണം? അത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത്, ഇനി പറയുന്ന നമ്മുടെ ഫാഷിസ്റ്റ് ഒരു കാലത്ത് ആ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചന തന്നെയല്ലേ ഈ ഭീമച്ചൻ? കാരണം ഭീമച്ചനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരുപാട് മുതലുകളുണ്ട്. അവർ വെയിൽ കാഞ്ഞു കിടക്കും, പ്രത്യക്ഷത്തിൽ ഉപദ്രവങ്ങളില്ല. പക്ഷേ ഇവർ പറയുന്ന കൊച്ചിക്കാലിനെ മുടിപ്പിക്കാൻ സാത്താനായിട്ട് അയച്ച ഒന്നായിട്ടാണ് ഭീമച്ചനെ പറയുന്നത്. ഈ മുതല സന്ധ്യാവിൻ്റെ തോണിയിലൂടെ അങ്ങ് ചാടുമ്പം ഗ്രഹണം ബാധിച്ച പോലെ ഒരു ഇരുട്ട് കുറച്ച് നേരത്തേക്ക് അയാൾ അനുഭവിക്കുന്നുമുണ്ട്. അത് ശരിക്കും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അണ്ടർടോൺ ഇല്ല ആ കഥയ്ക്ക്? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കഥയുടെ ഭംഗി പോവും. അതാണ് ഇല്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നാം ജീവിക്കുന്ന സമയം, എഴുതുന്ന സമയം, ഇതെല്ലാം ബാധകമാണ്. ഇത് കഥ എന്ന പേരിൽ പോലും അല്ല രസികരഞ്ജനിയിൽ അച്ചടിച്ചു വന്ന്. അത് ഒരുപക്ഷെ ഈ കഥ കണ്ടെത്തിയത് ശ്രീ കെ.എസ്. രവികുമാറാണ്. അദ്ദേഹത്തിൻ്റെ 100 വർഷങ്ങൾ 100 ചെറുകഥകൾ എന്നുള്ള പുസ്തകത്തിനാണ് ഞാൻ ഈ കഥ വായിക്കാനിടയായത്. രാഷ്ട്രീയപരമായിട്ടുള്ള സൂചനകളുണ്ടോ? ഇത്തരത്തിലുള്ള പല സൂചനകളും പല കലാകാരന്മാർ ഇവിടെ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ ദി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടും ഡാവിഞ്ചിയുടെ വലിയൊരു പെയിൻറ്റിംഗ് ഉണ്ട്. ഈ രണ്ടുപേര് വിരൽ തൊട്ട് നിൽക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പെയിൻറ്റിങ്. അതിന് മുകളിൽ സ്വർഗവും താഴെ നരകവുമാണ്.
ഈ സ്വർഗത്തിലുള്ള ആൾക്കാരുടെ മുഖമൊക്കെ ഡാവിഞ്ചിയുടെ ഫ്രണ്ട്സിൻ്റെ മുഖങ്ങളാണ്. ഡാവിഞ്ചിയെ വിമർശിച്ചവരുടെയൊക്കെ മുഖങ്ങളാണ് നരകത്തിൽ. പക്ഷെ എന്നാലും ഇത് അദ്ദേഹം തുറന്നു പറയുന്നില്ല. ഇത്തരത്തിലുള്ള സൂചനകൾ എന്നും ഉണ്ടായിരുന്നു, ഏത് കാലത്തും ഉണ്ടായിരുന്നു. ഡയറക്റ്റായിട്ടും പറയാം. അപ്പോൾ മിഡ്നൈറ്റ് ചിൽഡ്രനിൽ ഇന്ദിരാഗാന്ധി എന്നുള്ള പേര്, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനാത്മകമായിട്ടുള്ള നോവലാണ് മിഡ്നൈറ്റ് ചിൽഡ്രൻ. ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ളൊരു വാക്കാണ് ഇന്ദിരാഗാന്ധിയെ വിശേഷിക്കാൻ വേണ്ടി സൽമാൻ റുഷ്ദി ആ നോവലിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. ദി വിഡോ, വിധവയുടെ കൈ ദേശത്തിൻ്റെ മുകളിൽ വന്ന് വീണു. അപ്പോൾ അവിടെ വളരെ പ്രകടമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ ഞാൻ പ്രകടമായ അതോടുകൂടി ആ കഥയുടെ അതിൻ്റെ പാരായണ സുഖം നഷ്ടപ്പെടുമെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു. അപ്രകടമായിട്ടുള്ള സൂചനകൾ ഉണ്ടായെങ്കിൽ തന്നെ അവ മനഃപൂർവ്വം ആയിരുന്നില്ല. അത് വന്നു പോകുന്നതാണ് നമ്മുടെ സഹജമായിട്ടുള്ള വാസനയിൽ നിന്ന്. ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ മുൻപ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഇതും കൂടെ പറയാം, എന്നിട്ട് ഓഡിയൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ തോന്നുന്നു. നമ്മൾ പൊതുവേ സിനിമകളിൽ പ്രത്യേകിച്ചും ഏറ്റവും ആഘോഷിക്കുന്ന കാര്യമാണ് മാസ്കുലിനിറ്റി എന്നുള്ളത്, ആ ഒരു ആണത്വം. കഥകളിലും ഒക്കെ വരുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നതാണ് നമ്മുടെ ഏറ്റവും വളരെ എന്താ പറയുക, വിഡ്ഢിത്തം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ ആഘോഷിക്കുന്ന ഒരിതാണ്. പക്ഷേ എൻ.എസ്. മാധവൻ്റെ കഥകൾ എടുക്കുമ്പോൾ പരാജയപ്പെട്ട ഒരുപാട് പുരുഷന്മാരുണ്ട്. പരാജയപ്പെട്ടതാണോ അതോ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്നതാണോ, അതായത് നമ്മുടെ സ്വത്വം എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ, അതായത് ഒരു നമ്മൾ ഇതാണ് ഞാൻ എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ സിനിമയിലെ ഡയലോഗ് സലീം കുമാർ പറഞ്ഞ പോലെ, ഈ ഞാൻ ശരിക്കുള്ള ഞാനല്ല, ശരിക്കുള്ള ഞാൻ വേറെ എവിടെയാണോ എന്ന് പറയുന്ന ഓരോ മനുഷ്യൻ്റെയും അവരുടെ ഒരു യാത്രയാണോ, അല്ലെങ്കിൽ ആ ഒരു ജേർണി ഉണ്ട്. ഇപ്പം കാർമൻ എടുത്തു കഴിഞ്ഞാൽ രാഘവൻ എന്ന കഥാപാത്രം, രാഘവൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഉപയോഗിച്ചൊരു പേരുമാണ്. 8ഓളം കഥകളിൽ രാഘവൻ എന്നുള്ള പേര് ഞാൻ കണ്ടിട്ടുണ്ട്. രാഘവൻ അയാളൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ അവിടെ നിന്ന് അയാൾ പോകുന്ന കാമുകനിലേക്കാണ്. അയാൾ വിചാരിക്കുന്ന അതാണ് ഈ ആർട്ടിസ്റ്റ്. അയാൾ ബൈ ചോയ്സ് ആയതാണോന്നറിയില്ല. നമ്പൂതിരി പുരുഷന് നായർ സ്ത്രീയിലുണ്ടായതാണ്. അപ്പോൾ അച്ഛനെ തൊടാനൊന്നും പാടില്ല, അങ്ങ് മാഞ്ഞു പോകുന്ന ഒരു പുളിയിലക്കര മുണ്ടാണ് അച്ഛൻ. അപ്പം അച്ഛൻ കഥകളി പഠിക്കാൻ ഏർപ്പാട് ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നുന്നത് അച്ഛനോടുള്ള അങ്ങനെ അയാളിലേക്ക് എത്താം സാമീപ്യം. പഠിക്കുന്നുണ്ട്, പക്ഷെ അതിൽ അയാൾ എക്സൽ ചെയ്യുന്നില്ല. ഗുരുവിനെ പോലും, പിന്നീട് അച്ഛനെന്ന് വിളിക്കുന്ന ഗുരുവിനെ പോലും അവിടെ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് കാർമനെ കാണുമ്പോൾ അയാൾ തീർത്തും ഒരു പ്രണയത്തിലേക്ക്, കാമുകൻ്റെ വേഷത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ പറയുന്ന അയാൾ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ അവർ നിരസിക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് പിന്നീട് മുന്നാ ഷാഹി എന്ന് പറയുന്ന ഗോധയിലുള്ള ഒരാളെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചായ വരുമ്പോൾ അവിടെ അയാളുടെ ഒരു രതി പോലും ഒരു ബലാത്സംഗം പോലെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം. കാരണം അയാളുടെ പരാജയമാണ്. അയാൾ ഓരോ ഘട്ടത്തിൽ അയാളുടെ പരാജയമാണ് തിരിച്ചറിയുന്നത്, ഇയാൾ എന്താണ് എന്നുള്ളത്. അതുപോലെയാണ് എൻ്റെ മകൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ, ഗംഭീരമായ കഥയാണ്, വളരെ ചെറിയ കഥയാണെങ്കിലും. കാരണം അത് അച്ഛൻ ഈ മകളെ ചേർത്ത് പിടിക്കാൻ പോകുമ്പോൾ അവിടെ ആദ്യം തന്നെ ഈ കുട്ടി കുനിഞ്ഞിരിക്കുമ്പോൾ അവളുടെ സ്കേർട്ട് സ്ഥാനം തെറ്റുമ്പോൾ അതൊരു അച്ഛൻ്റെ കാഴ്ചയല്ല, അതൊരു പുരുഷൻ്റെ കാഴ്ചയാണ് മകളാണെങ്കിലും. പക്ഷെ മകൾ ഈ പറയുന്ന അവളുടെ ആ കുഞ്ഞു കാലുകൊണ്ട് നെഞ്ചത്ത് ചവിട്ടുമ്പോഴാണ് അയാൾക്കുള്ള ഈ പറയുന്ന റിയലൈസേഷൻ, ഇവളൊരു സ്ത്രീയാണ്, ഞാൻ ഇവളുടെ അച്ഛനാണ് എന്നുള്ള ഒരു ബോധം അതിൽ വരുന്നത്. ചൂത് എന്ന കഥയിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അയാളുടെ പുരുഷത്വത്തിനുള്ള ഒരു അടിയാണ് ഭാര്യ സന്യാസത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യ പറയുന്ന ഈ യാദൃശ്ചികം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഹരി ദൈവമല്ല, ദൈവമാവാൻ ശ്രമിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് അയാളുടെ ഒരു വാശിയാണ്. അതുകൊണ്ടാണ് അയാൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ ആണെങ്കിൽ കൂടിയും ബീഹാറിൽ പോയിട്ട് ഒരു തോക്ക് വാങ്ങുന്നു. അതേപോലെ ഒരു സംഭവം പിന്നീട് കേരളത്തിലുണ്ടായി. ഈ കഥയിൽ എഴുതിയ അതേപോലെ ഒരാൾ തോക്ക് വാങ്ങിയ ഒരു സംഭവം ഉണ്ടാവും. ആ കഥ വീണ്ടും ആ സമയത്ത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രേരണ കുറ്റമൊക്കെ ചിലപ്പോൾ ചുമത്തപ്പെടാവുന്നതാണ് ഈ കഥ വായിച്ചിട്ട്. ഇത് വരുന്നു, ഇയാൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ കൊല്ലുന്നു.
അപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഞാൻ ഈ ഭാര്യയുടെയും അതിൻ്റെയൊക്കെ മുകളിൽ ഞാൻ ദൈവമായി. പക്ഷേ ഭാര്യയുടെ ഒരൊറ്റ ചോദ്യമാണ്, കീഴടങ്ങുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അതിൽ അയാൾ തകരുകയാണ്. അയാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. പുഷ്പാങ്കദനാണെങ്കിലും ഇയാൾ വലിയ ഈ ഫെർമാറ്റ് തിയറത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഇത് മാത്രമേ ഉള്ളൂ. അതുവരെ നാട്ടുകാർ കാണുന്നത് മുഴുവൻ ഇയാൾ മുറിയടച്ചിരുന്ന് മുഴുവൻ ഈ തിയറം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ജെസ്സിക്ക് ട്യൂഷൻ എടുക്കാൻ വരുമ്പോൾ ഇയാളുടെ അതായത് ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള മെയിലാണ്. അത് നമുക്ക് എൻ്റെ മകളൊരു സ്ത്രീയിലെയും പറയാം, ഈ യയാതിയിൽ കുറേ കാര്യങ്ങളിൽ പറയാം. ഈ പുഷ്പാങ്കദൻ്റെ ഇത് പറയുമ്പോൾ അത് അയാൾ ഒരു പക്ഷേ ആ ഡീവിയൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പോഴായിരിക്കാം റിയലൈസ് ചെയ്യുന്ന അയാളുടെ ഒരു സ്വത്വം എന്ന് പറയുന്നത്. അയാളും ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പരാജയപ്പെട്ട പുരുഷന്മാരും കൂടിയാണ് ഒരുപാട് കഥകളിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആണ് കാരണം നമ്മളെപ്പോഴും ഈ പറയുന്ന ആഘോഷിക്കുന്ന പുരുഷത്വമല്ല ഈ ഒരുപാട് കഥകളിൽ വരുന്നത്. അതൊരു പക്ഷേ ഇത് പുരുഷത്വത്തിൻ്റെ ആഘോഷം ആണ് കേരളത്തിൽ നടക്കുന്നത്. എന്ത് ഫീൽഡായാലും, സിനിമയായാലും നാടകമായാലും എഴുത്തായാലും പലപ്പോഴും പല നോവലുകളിൽ ആഘോഷിക്കപ്പെടുന്നത് പുരുഷത്വമാണ്. അപ്പോൾ പിന്നെ ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് 5-6 സഹോദരിമാരായിരുന്നു. ഇത് കൂട്ടുകുടുംബമായിരുന്നു. ഞാനായിരുന്നു മൂത്ത മകൻ. ഈ 6 അമ്മമാരുടെ താടനം ലാളനവും ഏറ്റുകൊണ്ടാണ് എൻ്റെ അനിയൻ ജനിക്കുമ്പോൾ 10 ഏജ് ഡിഫറൻസും ഉണ്ടായിരുന്നു. കുറേ കാലം ജീവിച്ചു. അപ്പോൾ കുട്ടിക്കാലം മുഴുവൻ എനിക്ക് സ്ത്രീകളെ ശരിക്കും നന്നായിട്ട് അടുത്ത് കണ്ടറിയാനുള്ള അവസരമുണ്ടായി. ഒരുപക്ഷെ അവരെ പോലെ ചിന്തിക്കാനുള്ള അവസരമുണ്ടായി. സ്ത്രീയുടെ കണ്ണുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. പുരുഷത്വം ആണത്വം ആഘോഷിക്കപ്പെടുകയാണെങ്കിൽ ആരാണ് ആഘോഷിക്കുന്നത്? അത് ആഘോഷിക്കുന്നത് ആണുങ്ങളാണ്. സ്ത്രീകൾ അത് വേറെ രീതിയിലായിരിക്കും കാണുക എന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ ഒരു അട്ടിമറി, സ്ത്രീയുടെ കാഴ്ചയുടെ അട്ടിമറി, അത് വളരെ ലളിതമായിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ കാണാവുന്നതാണ്. നമ്മൾ നേരിട്ട് ഇടപെട്ട് പോയി കഴിഞ്ഞിട്ട് സ്ത്രീകൾ അന്യോന്യം സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും സ്ത്രീകളും പലപ്പോഴും പുരുഷന്മാരും അവർ നോട്ട് ചെയ്യുകയുണ്ടായി. ഇതെനിക്ക് എൻ്റെ ബാല്യത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു തിരിച്ചറിവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റ്യൂറ്റീവായിട്ട് ഈ ആനന്ദത്തിൻ്റെ ആഘോഷങ്ങളുടെ പൊള്ളത്തരം അത് ആണിന് വേണ്ടി അപ്പം ഇത് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനപ്പുറം ഒരു സത്യമുണ്ട് എന്നുള്ള ഒരു തോന്നൽ. ഈ തോന്നലായിരിക്കാം, ഞാനെന്നല്ല പറഞ്ഞത്, ആയിരിക്കാം ഇത്തരം കഥാപാത്രങ്ങളിൽ എത്തിച്ചത്. ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഹലോ, നമസ്കാരം സർ. എവിടെയാണ്? വിനോദ്, അഹല്യാഞ്ജന കോളേജിലെ അധ്യാപകനാണ്. പാലക്കാട് നാടക പ്രവർത്തനം കൂടെയാണ്. ഞങ്ങൾ പാലക്കാട് ഹിഗുറ്റ എന്ന് പറയുന്ന ചെറുകഥ നാടകാവിഷ്കാരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജബ്ബാറിൻ്റെ വേട്ടയാടൽ സഹിക്കാതെ ലൂസി ഓടിയെത്തുമ്പോൾ ഫാദർ പറയുന്നതെന്ന് ലൂസി നീ ഇപ്പോൾ പോ, ലൂസി നീ ഇപ്പോൾ പോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അത് കഥയുടെ ഫ്ലോയിൽ അങ്ങനെ വന്നാണോ അതോ അതിനകത്ത് പ്രത്യേകിച്ച് അതായത് ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഹെൽപ്പോ ഒന്നും ഓഫർ ചെയ്യാതെ ലൂസിയോട് തിരിച്ചയക്കുന്നൊരു ഉദാഹരണം കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു ചെയ്യുന്നതിന് പകരം അവളെ തന്നെ അതിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടാണല്ലോ ലൂസി അവിടെ എത്തണത്. ഒരു വലിയ ഗുണ്ട അവരെ ബുദ്ധിമുട്ടിക്കുന്നു.
അപ്പോൾ ഇയാൾ പള്ളിയിലച്ഛൻ, ഇയാൾക്ക് ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ നിസ്സഹായാവസ്ഥയാണ്. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇത് പത്രത്തിൽ കാണുന്ന ഓരോ അക്രമത്തിനും നമുക്കതിനോട് രോഷമുണ്ട്, പക്ഷെ നമുക്ക് നേരിട്ട് ഇടപെടാനും പിന്നെ നേരിട്ട് ഇടപെടാനുള്ള വൈമിക്കും ഇത് വളരെ സാധാരണമാണ്. അപ്പം അതിൻ്റെ അടുത്ത പടിയിലാണ് ഇയാൾക്ക് ബോധമുണ്ടാകുന്നത്, ഇയാളുടെ തലക്കടിക്കുന്നത്. ഇതിന് തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട്, സാധു മിരണ്ടാൽ. സാധു മിരണ്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ സഹി കെടുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ ഇതായിരിക്കാം ഇതിനുള്ള ഉത്തരം. അപ്പോൾ ആ സ്റ്റേജ് വരെ അയാൾക്ക് ഇത് കണ്ണടച്ച് സ്വന്തം ആമത്തോടിൻ്റെ അകത്ത് തിരിച്ചു പോയിട്ട് ജീവിക്കാമെന്നുള്ള ഒരു മനോഗതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് സഹിക്കാനാകാത്ത ഒരു അക്രമമാണെന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ഈ സാധു മിരളുക എന്നുള്ള പ്രതിഭാസം ഉണ്ടാക്കുക. ചോദ്യം വരുന്ന ഗ്യാപ്പിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ NS മാധവൻ എന്നുള്ള എഴുത്തുകാരനെ ഞാൻ പറഞ്ഞു ഫിക്ഷനും നോൺ ഫിക്ഷനും എഴുതുന്നുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫുട്ബോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹിഗുറ്റ മാത്രമല്ല, കാരണം ഫുട്ബോൾ ഇപ്പോൾ ലോക മത്സരങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രവചനമൊക്കെ നടത്തുന്നതാണ്. പൊളിറ്റിക്കൽ അനാലിസിസ് ഉണ്ട്. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കാണാത്ത രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും. ജെയിംസ് ജോയ്സ് വലിയ സ്വാധീനമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോയ്സിൻ്റെ നാട്ടിൽ പോയി അവിടെ ഒരു കടയിൽ ചായക്കടയിലിരുന്ന ചർച്ചയിൽ ജോയ്സ് വായിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനാലെയുടെ സാരഥികളിൽ ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് വെനീസ് ബിനാലെ പോലെ കണ്ടിട്ടുണ്ട്. അതായത് ആർട്ട് എന്നുള്ള കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ബോസിൻ്റെ ഒരു വലിയ പെയിൻറ്റിംഗ് ഉണ്ട്, മാറ്റിസ് ഉണ്ട്, പിക്കാസോ ഉണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. സംഗീതത്തിൽ ഒരുപാട് താല്പര്യമുണ്ട്. ചെന്നൈ മ്യൂസിക് ഫെസ്റ്റിവലിൽ എല്ലാ കൊല്ലവും പോകുന്ന ഒരാളാണ്. TM കൃഷ്ണ പോലെയൊക്കെയുള്ളവരോട് അടുത്ത സൗഹൃദമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരിക്കൽ സംസാരിക്കും, ഉസ്താദ് റാഷിദ് ഖാൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ ഒരു പാൻ ഷോപ്പിൽ വെച്ച് കണ്ടു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഈ പഴയ ഘരാനയിലുള്ള എല്ലാവരെയും തന്നെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സത്യത്തിൽ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ്ട്. ഫുഡ് വേറൊരു കാര്യം. അതായത് ഒരു കഥ എഴുതുന്ന അതേ ശ്രദ്ധയോടെയാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ താല്പര്യമാണ്. ഓരോ രാജ്യത്ത് പോവുകയും അതിൻ്റെ രുചികൾ അറിയും. ഇപ്പം ഇന്നലെ പാലക്കാട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും നല്ല ദോശ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഹോട്ടലിൽ പോയിട്ട് പട്ടുപോലത്തെ ദോശ എന്നാണ് എന്നോട് പറഞ്ഞത്. ദോശ കഴിച്ചിട്ടാണ് ഞാൻ പാലക്കാട് കാല് കുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ രുചികൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ചെറിയ തട്ടുകടകൾ മുതൽ വലിയ ഇതുപോലെ. ഇപ്പോൾ പാരീസിലൊരു ബാറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കവികൾ കവിത വായിക്കാൻ വരുന്ന സ്ഥലം. ഷേക്സ്പിയർ ആൻഡ് കോ എന്ന ബുക്ക് ഷോപ്പ് പറഞ്ഞിട്ടുണ്ട്. യുലിസസ് ആദ്യം പബ്ലിഷ് ചെയ്ത സ്ഥലം. അങ്ങനെ അതായത് ഒരു വലിയ ക്യാൻവാസ് എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഫുഡ്, ആ രാജ്യത്തെ രുചികൾ. ഓരോ രാജ്യത്തെയും ഭക്ഷണം പാകം ചെയ്യാൻ വലിയ താല്പര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിനായിട്ടുള്ള ഇപ്പോൾ കൽച്ചട്ടിയൊക്കെ വാങ്ങിയത് പറഞ്ഞ ഓർമ്മയുണ്ട്. അതിൽ കറി വെക്കാൻ വേണ്ടി തൃശ്ശൂർ എവിടെയോ പോയിട്ട് അത് സംഘടിപ്പിച്ചു. അപ്പം ഭക്ഷണം പല രുചികൾ. അതിപ്പം ലണ്ടൻ ബത്തേരിയൊക്കെ വായിക്കുമ്പോൾ ലണ്ടൻ ബത്തേരി ഒരു ഗംഭീരമായ, എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ചർച്ച ചെയ്യാനുള്ളതാണ്. കൊച്ചിയുടെ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയുടെ ഒരു ചരിത്രം അതിലുണ്ട്. ഭക്ഷണവും കാരണം ആ ബിരിയാണി ദം പൊട്ടിക്കുന്ന മണം വരെ നമുക്ക് കിട്ടും. അതിൻ്റെ റെസിപ്പി അടക്കമുള്ള പുസ്തകമാണ്. അപ്പം ഭക്ഷണം പാകം ചെയ്യുന്നത് മാത്രമല്ല, അത് വിളമ്പുന്നത് പോലും ഈ ഒരു കഥ പറയുന്ന അതേ ക്രാഫ്റ്റോട് കൂടിയാണ്. അത്രയും ഭംഗിയായിട്ടാണ്, വെറുതെ അല്ല. ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കാലത്ത് ഭക്ഷണം, പ്രത്യേകിച്ച് വെജിറ്റേറിയനിസം വളരെയധികം അതാണ് ആഘോഷിക്കപ്പെടേണ്ടത്. അതിന് നമ്മളൊരു വല്ലാത്ത പവിത്രത കൊടുക്കുമ്പോൾ അല്ലാതെ നോൺ വെജ് മാംസഭക്ഷണം വെക്കുമ്പം, മീനായാലും ഇറച്ചിയായാലും വെക്കുമ്പോൾ അത് അത്രയും ഭംഗിയായിട്ട് ഫോട്ടോ എടുത്ത് ഇതിൻ്റെ വിവരണങ്ങളടക്കം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു രാഷ്ട്രീയം, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ താല്പര്യമില്ലാത്ത ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ചെറിയ കുശുമ്പോട് കൂടി ചോദിക്കുകയാണ്, ശരിക്കും താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഈ ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിനൊരു
ഒരു കഥയുണ്ട്. നമ്മുടെ നാട്ടിലൊരു വലിയ അനാചാരമാണ് എന്നെ ഭക്ഷണപ്രിയനാക്കിയത്. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് മാസത്തിൽ 3-4 ദിവസം അടുക്കളയിൽ പ്രവേശിക്കാനുള്ള സാമൂഹിക വിലക്കുകളുണ്ടായിരുന്നു. അപ്പം ആ സമയത്തെല്ലാം ഈ അടുക്കളയിൽ പ്രവേശിച്ച അമ്മയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ചുമതല കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അടുക്കള വളരെ കുട്ടിക്കാലത്ത് തന്നെ വളരെ പരിചിതമായിട്ടുള്ള ഒരിടമായി. ബാക്കിയെല്ലാം അതിന്ന്, കാരണം അടുക്കള എന്നുള്ളത് ഒരു പുരുഷൻ, ഒരു ആൺകുട്ടിക്ക് പരിചിതമാകുന്നത് ഇത് വളരെ ഫാൻസി ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട്. പക്ഷെ അവിടെ ഇത് ഗ്യാസിനും ജനതാ സ്റ്റൗവിനും ഒക്കെ മുമ്പ് വിറക് കത്തിക്കുന്നൊരു കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം അടുക്കള, അതിൻ്റെ കലവറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവങ്ങളായിരുന്നു. റെഫ്രിജറേറ്ററൊന്നും ഇല്ലാത്ത കാരണം മച്ചിന്ന് മത്തങ്ങയും ഈ കുമ്പളങ്ങയൊക്കെ തൂക്കിയിട്ടിട്ടായിരുന്നു ആൾക്കാർ പ്രിസർവ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പക്ഷേ ആ ഒരു ചെറുപ്പകാലത്തുനിന്നായിരിക്കും ഈ ഭക്ഷണത്തിലേക്കുള്ള ഒരു ഇത് താല്പര്യമില്ലാത്ത വളരെയധികം ഏരിയകളുണ്ട്. വലിയ പരാവാരം പോലുള്ള ഏരിയകൾ. അത് ഇന്ന് പറഞ്ഞ് തീരില്ല. പക്ഷെ എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. പ്രധാനമായിട്ട് സ്വയമായിട്ടുള്ള കായിക അഭ്യാസങ്ങൾ വളരെ കുറവാണ്. എനിക്ക് നീന്തൽ പോലും അറിയില്ല. അപ്പം അങ്ങനെ പല ഏരിയകളിലും വളരെ വീക്കാണ്. എന്നാൽ എനിക്ക് കുതിര ഓടിക്കാൻ അറിയുകയും ചെയ്യാം. കാരണം അത് അക്കാഡമിയുടെ ട്രെയിനിങ് ആയിട്ട് മസൂറി അക്കാഡമിയിൽ ഇത് കുതിര ഓടിക്കാൻ പഠിപ്പിക്കണം. പക്ഷെ നീന്താൻ അറിയില്ല. അങ്ങനെ പല കാര്യങ്ങളിലും പിന്തിരിഞ്ഞ് നിന്നിട്ടുമുണ്ട്. നമ്മുടെ സെഷൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു മാധവൻ സർ. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. മണിക്കൂർ നേരം നയിച്ച ഷഹിന കെ റഫീഖിനോടും വളരെയധികം നന്ദി പറയുന്നു.